SNDPക്കെതിരായി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ മുൻകാല പ്രവർത്തകരും ധർമ്മവിശ്വാസികളും ചേർന്ന് രൂപവൽക്കരിച്ച പുതിയ സംഘടനാ ഭാരവാഹികൾ അല്പസമയത്തിനകം ശിവഗിരിയിലെ സത്യപ്രതിജ്ഞ ചെയ്യും. SNDP സംഘപരിവാർ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് ശ്രീനാരായണ ധർമ്മ സംരക്ഷണ സമിതി എന്ന പുതിയ സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ആരൊക്കെയാണ് പുതിയ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സൗമ്യ, അല്പസമയത്തിനകം തന്നെ ശിവഗിരി മഹാസമാധിയിലാണ് ഈ സംഘടനയുടെ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ശ്രീനാരായണ ധർമ്മ സംരക്ഷണ സമിതി എന്നാണ് സംഘടനയ്ക്ക് നാമം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചാണ് സംഘടന രൂപീകരിച്ചത്. ഇതിൻ്റെ ഭാരവാഹികളായി മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ മുൻകാല SNDPയുടെ ഭാരവാഹിയുമായിരുന്ന പ്രിയദർശൻ അടക്കമുള്ള ബാലറാം അടക്കമുള്ളവരാണ് ഇതിൻ്റെ ഭാരവാഹികളായി വരുന്നത്. നേരത്തെ SNDPയുടെ ഭാരവാഹികളായിരുന്നവരും ഇതിനകത്ത് വരുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മ വിശ്വാസികളെ അടക്കം ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘടന രൂപീകരിക്കുന്നതെന്നാണ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 21 പേരായിരിക്കും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഭാരവാഹികളും അതോടൊപ്പം തന്നെ 21 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. SNDPയും സംഘപരിവാറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരവാഹികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് തുടക്കമിടും. അതിനുശേഷം മറ്റ് ജില്ലാതലങ്ങളിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനം വിപുലമാക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഇന്ന് കൊല്ലത്ത് ബിജു രമേശ് അതുപോലെ തന്നെ ഗോപിനാഥ്, പഴയ SNDP സെക്രട്ടറി ഗോപിനാഥ് അടക്കമുള്ളവർ ഇന്ന് സമാന്തരമായി യോഗം ചേരുന്നുണ്ട്. ഈ യോഗവും SNDPക്കെതിരെയുള്ള ഒരു സംഘടന രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം SNDP എന്താണോ പറഞ്ഞിരുന്നത്, ശ്രീനാരായണ ഗുരു പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് പ്രവർത്തനത്തിലൂടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിയുടെ ഇത്തരം പ്രവർത്തനത്തിൽ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പുതിയ സംഘടനയിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ സമാന്തരമായി പല സംഘടനകളും രൂപീകരിച്ചു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഭാരവാഹികളെത്തി സത്യപ്രതിജ്ഞ ചെയ്യും.